സമ്പത്തുള്ള ആളുകൾ ആവശ്യത്തിൻ്റെ മേഖലകളിലേക്കൊക്കെ ചെലവാക്കി തീർക്കണം, എല്ലാം കൂടി കെട്ടിക്കൂട്ടി വെക്കരുത് എന്നാണ് ഖുതുബയിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മുതലാളിമാരുടെ എല്ലാം വിശ്വാസം സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാധ്യത തീർന്നു എന്നാണ്. സക്കാത്ത് എന്ന് പറയുന്നത് വെറും മുതലാളിമാരുടെ ബാധ്യതയല്ല, അത് നിശ്ചിത സമ്പത്തിൻ്റെ ബാധ്യതയാണ്. മുതലാളിമാർക്കും സക്കാത്ത് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഫക്കീറന്മാരും സക്കാത്ത് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ വലിയ കോടീശ്വരനായ മുതലാളിക്ക് സക്കാത്ത് ഇല്ലാതെയും വരും. നിശ്ചിത ധനമുണ്ടായാൽ സക്കാത്ത് കൊടുത്തിരിക്കണം. ഏകദേശം 600 ഗ്രാമിനടുത്ത് വെള്ളി ഉള്ളവൻ, അല്ലെങ്കിൽ 1.5 പവനടുത്ത് ആഭരണമല്ലാത്ത സ്വർണമുള്ളവൻ 1 വർഷം സൂക്ഷിച്ചു വെച്ചാൽ സക്കാത്ത് കൊടുക്കണം. അല്ലെങ്കിൽ അതേ മൂല്യത്തിലുള്ള കച്ചവടച്ചരക്ക് 1 വർഷം കഴിയുമ്പോഴത്തേക്കും സക്കാത്ത് കൊടുക്കണം. അവൻ്റെ കച്ചവടം നഷ്ടത്തില, കടം വാങ്ങിയിട്ടാ കച്ചവടം തുടങ്ങിയത്, ഫക്കീറ, അതൊന്നും ശറഅ് പരിഗണിക്കുന്നില്ല. കാരണം സക്കാത്ത് എന്ന് പറയുന്നത് വെറും മുതലാളിയുടെ ബാധ്യതയല്ല, നിശ്ചിത മുതലിൻ്റെ ബാധ്യതയാണ്. ആ മുതൽ വർഷം തികയുമ്പോഴത്തേക്കും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. എന്നാൽ മുതലാളിമാർക്ക് സക്കാത്ത് അല്ലാത്ത ഒരുപാട് ബാധ്യതകൾ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുന്നവരാണെങ്കിലോ സമൂഹത്തിൽ വളരെ കുറവും. ഈ മുതലാളി എന്ന് പറഞ്ഞാൽ വലിയ കോടീശ്വരൻ എന്നൊന്നും നിങ്ങൾ സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. അസ്ഹാബു സർവത്തി വൽ ഖുദ്റ, നമ്മളെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ അവരെ പരിചയപ്പെടുത്തുന്നത് ആ പേരിലാണ്, അസ്ഹാബു സർവ, മുതലാളിമാർ. ആരാ മുതലാളി എന്ന് പറഞ്ഞാൽ? 1 വർഷം തനിക്കും തൻ്റെ ആശ്രിതർക്കും, ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, അവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള സമ്പാദ്യം അതിനപ്പുറം ഒരാളെ കയ്യിൽ എന്തുണ്ടെങ്കിലും അവൻ മുതലാളിയാണ്. 1 വർഷം ഓൻ്റെ ആശ്രിതർക്കും ജീവിക്കാൻ ആവശ്യമുള്ള സമ്പത്തിൽ കവിഞ്ഞ് എന്ത് കയ്യിലുണ്ടെങ്കിലും അവൻ മുതലാളിയാണ്. അവൻ അസ്ഹാബു സർവ എന്ന് പറഞ്ഞ സമ്പന്നരുടെ ലിസ്റ്റിൽപ്പെട്ടവനാ. അവനിക്ക് ബാധ്യതയുള്ള ഒരുപാട് ഹക്കുകൾ നമ്മുടെ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. റൗളയിൽ നബിമാം പറഞ്ഞു, ഫർള് കിഫായ പറയുന്ന കൂട്ടത്തിൽ, സാമൂഹ്യ ബാധ്യതകൾ പറയുന്ന കൂട്ടത്തിൽ ദഫ്ഉൽ ളററി അനിൽ മുസ്ലിമീൻ, മുതലാളിമാരുടെ ബാധ്യതയാണ് ലോകത്ത് മുസ്ലിമീങ്ങൾ പ്രയാസം അനുഭവിക്കുമ്പോൾ, കഷ്ടതകൾ നേരിടുമ്പോൾ ആ മുസ്ലിംകളുടെ പ്രയാസങ്ങൾ നീക്കം ചെയ്തു കൊടുക്കുന്നത് മുതലാളിമാരുടെ ബാധ്യതയാണ്. വഇസാലത്തു ഫാഖത്തിഹിം, നാട്ടിൽ പാവപ്പെട്ടവരുണ്ടെങ്കിൽ, ദാരിദ്ര്യരുണ്ടെങ്കിൽ അവരുടെ ദാരിദ്ര്യം നീക്കം ചെയ്യുന്നത് മുതലാളിമാരുടെ ബാധ്യതയാ. നാട്ടിൽ വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വസ്ത്രം എത്തിച്ചു കൊടുക്കണം. ഭക്ഷണം കിട്ടാതെ വിശപ്പനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. അസുഖമായിട്ട് രോഗമായിട്ട് കിടന്നിട്ട് ചികിത്സക്ക് വകുപ്പില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ചികിത്സാ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം, മുതലാളിയുടെ ബാധ്യതയാ. വെള്ളപ്പൊക്കത്തിലോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിലോ സുനാമിയിലോ ഭൂകമ്പത്തിലോ പെട്ടിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയവർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത് മുതലാളിമാരുടെ നിർബന്ധ ബാധ്യതയാ. ഇത്തരം കഷ്ടപ്പെടുന്ന ആളുകൾ നാട്ടിലുണ്ടായിട്ട് ഒരു മുതലാളിയും അത്തരം ആളുകളെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ ആ നാട്ടിലെ മുഴുവൻ മുതലാളിമാരും കുറ്റക്കാരാ. നാളെ റബ്ബിന്റെ അടുത്തെത്തുമ്പോൾ അവർ മുഴുവനും സമാധാനം പറയേണ്ടി വരും. ഹദീസിൽ തന്നെ ഉണ്ടല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഖുദ്സിയ ഹദീസ്, ആഖിറത്തിലെത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മുതലാളിയോട് പറയും, മനുഷ്യ, എനിക്ക് രോഗം വന്നിട്ട് നീ എന്നെ കാണാൻ വന്നില്ലല്ല. അപ്പൊ ഇയാൾ തിരിച്ചു ചോദിക്കും, പടച്ചോനെ, നിനക്ക് രോഗം വന്നിട്ട് ഞാൻ എങ്ങനെയാ നിന്നെ കാണാൻ വരല്? വഅൻത റബ്ബുൽ ആലമീൻ, നീയല്ലേ ഈ ലോകം മുഴുവനും പടച്ചു പരിപാലിക്കുന്നവൻ. അപ്പൊ അയാൾക്ക് അല്ലാഹു കൊടുക്കുന്ന മറുപടി എന്താ? എനിക്ക് രോഗം വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അടിമകളിൽപ്പെട്ട ഒരു മനുഷ്യന് രോഗം വന്നിട്ട് നീ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അവിടെ നീ ചെന്നിരുന്നുവെങ്കിൽ എൻ്റെ റഹ്മത്ത്, എൻ്റെ കാരുണ്യം, എൻ്റെ പ്രതിഫലം, എന്നെ നീ രോഗിയായി സന്ദർശിക്കുന്നതിന് വരുന്നതിന് തുല്യമായ പ്രതിഫലം നിനക്ക് കിട്ടേണ്ടതായിരുന്നു. അത് നീ നഷ്ടപ്പെടുത്തിയില്ലടാ. ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചിട്ട് നീ ഭക്ഷണം തന്നില്ലല്ലോ. അപ്പൊ ഇയാൾ ചോദിക്കും, പടച്ചോനെ, നീ എങ്ങനെയാ ഭക്ഷണം ചോദിക്കുക? നീയല്ലേ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം തരുന്നവൻ. അപ്പൊ അല്ലാഹു പറയും, നിന്നോട് വന്നിട്ട് ഒരാൾ ഭക്ഷണം ചോദിച്ചിട്ട് നീ കൊടുത്തില്ലല്ലടാ. അയാൾ ഭക്ഷണം ചോദിച്ചിട്ട് നീ കൊടുത്തിരുന്നുവെങ്കിൽ ഞാൻ ഭക്ഷണം ചോദിച്ചിട്ട് എനിക്ക് ഭക്ഷണം തരുന്നതിന് തുല്യമായിരുന്നു. അത്രയും വലിയ പ്രതിഫലം ഞാൻ തരേണ്ടതാ. പക്ഷേ നീ അതിന് തയ്യാറായില്ലല്ലോ. വെള്ളം ചോദിച്ചിട്ട് നീ കൊടുത്തില്ലല്ലോ എന്ന് മുതലാളിമാരെ നിർത്തി പൊരിക്കുന്നൊരു ദിവസം ഖിയാമത്ത് നാളിൽ വരാനുണ്ട്. അതാർക്കാ?
നാട്ടിൽ ഇത്തരം ഭക്ഷണം കിട്ടാതെ അസുഖം വന്നിട്ട് മരുന്ന് വാങ്ങാൻ പ്രയാസപ്പെടുന്ന ആളുകളെ തിരിഞ്ഞു നോക്കാത്ത മുതലാളിമാരോടാണ് ഇത്തരം ചോദ്യങ്ങൾ. അതുകൊണ്ട് മുതലാളിമാർ ഒരിക്കലും സകാത്ത് കൊടുത്തത് കൊണ്ട് എൻ്റെ ബാധ്യത വീടി എന്ന് സമാധാനിക്കാൻ പാടില്ല. എന്നല്ല, ചിലപ്പോൾ വലിയ വലിയ മുതലാളിമാരുണ്ടാവും, അവർക്ക് സക്കാത്തിന്റെ ഒരു ധനവും കയ്യിലില്ലാത്തതുകൊണ്ട് സക്കാത്ത് വരുന്നേയില്ല. അവർക്ക് സമാധാനിച്ചിരിക്കാൻ വകുപ്പില്ല. മറിച്ച് എത്രയോ നിർബന്ധ ബാധ്യതകളുണ്ട്. അത് കണ്ടെത്തി തെരഞ്ഞ് അന്വേഷിച്ച് അത്തരം ബാധ്യതകൾ നിറവേറ്റുന്നത്, പ്രയാസപ്പെടുന്നവരെ പ്രയാസം നീക്കം ചെയ്യുന്നത് എല്ലാ മുതലാളിമാരുടെയും ഉത്തരവാദിത്തമാണ്. അത് നിറവേറ്റാതെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ പടച്ചറബിന്റെ അടുക്കിലെത്തുമ്പോൾ അവർ നിർബന്ധമായിട്ടും സമാധാനം പറയേണ്ടി വരും. എത്രത്തോളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ബിഗിയയിലും ഷർവാനിയിലെല്ലാം പറഞ്ഞല്ലോ, ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാവണമെങ്കിൽ ഇസ്തിത്വാത്ത് വേണം. എന്ന് വെച്ചാൽ അയാൾക്ക് ഹജ്ജിന് പോകാനുള്ള സാമ്പത്തിക കഴിവ് വേണം. അയാൾ ഹജ്ജിന് പോയാലും അയാളെ ബാക്കിക്കാരായ ഭാര്യ മക്കൾക്കും മാതാപിതാക്കൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ള സമ്പത്തും കൂടി കഴിഞ്ഞ് ഹജ്ജിന് ചെലവാക്കാൻ പണമുള്ള ആളെ ഹജ്ജിന് പോകേണ്ട ആവശ്യമുള്ളൂ എന്നാ പറഞ്ഞത്. പക്ഷേ അത് പറഞ്ഞപ്പോ അവിടെ ബിഗിയയിൽ പറയാ അത് മാത്രം പോരാ. ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാവണമെങ്കിൽ അവൻ ഹജ്ജിന് പോകുന്ന നാട്ടിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരാളും ഉണ്ടാകാൻ പാടില്ല. രോഗിയായി കിടക്കുന്ന ഒരാൾ ഉണ്ടാവാൻ പാടില്ല. ആ രോഗിയായി കിടക്കുന്നവന്റെ മരുന്നിന് ആവശ്യമുള്ള സമ്പത്ത് ഉപയോഗിച്ചിട്ടായിരിക്കണം ഇവന്റെ ഹജ്ജിന് പോവേണ്ട സമ്പത്ത് കൊടുത്താലേ അവന്റെ ചികിത്സ നടക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഹജ്ജിന് നിർബന്ധമുള്ളവനല്ല, മറിച്ച് ആ പണം ചികിത്സക്ക് വേണ്ടി മാറ്റിവെക്കണം. നാട്ടിൽ വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ആ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം എത്തിച്ചു കൊടുക്കലാണ് ഹജ്ജിന് പോകുന്നതിനേക്കാളും പ്രാധാന്യം. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്തിട്ട് ബാക്കി പൈസ ഉണ്ടെങ്കിൽ നീ ഹജ്ജിന് പോയിക്കോ. അത് സ്വന്തം കുടുംബക്കാരാവണമെന്നില്ല. നമുക്ക് ഒരു ബന്ധമില്ലാത്ത, ഒരു പരിചയമില്ലാത്ത ഒരു അജ്നബിയായ മനുഷ്യനാ നമ്മുടെ നാട്ടിൽ വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുന്നത്, ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്നത്, മരുന്നിന് സമ്പത്ത് കണ്ടെത്താൻ കഷ്ടപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അവന്റെ മരുന്നും അവന്റെ വസ്ത്രവും അവന് ആവശ്യമുള്ള ഭക്ഷണവും എല്ലാം കൂടി കൊടുത്തിട്ട് നിന്റെ കയ്യിൽ ഹജ്ജിന് പോകാൻ സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ ഹജ്ജ് നിർബന്ധമുള്ളൂ. അല്ലാത്തവനിക്ക് ഹജ്ജെന്ന നിർബന്ധമല്ല. ഹജ്ജിനേക്കാളും വലിയ കൂലി നാട്ടിൽ ഇത്തരം സാധുക്കളായ ആളുകളെ കണ്ടെത്തിയിട്ട് അവരെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനാ. അൽ ബിദായത്തു വൻ നിഹായയിൽ മഹാനായ അല്ലാമ ഇബ്നുൽ കസീർ പറയുന്നുണ്ട്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാ. ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് നാടുകളെല്ലാം കടന്നിട്ട് ഒരു സ്ഥലത്തെത്തിയപ്പോ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളുടെ കൂട്ടത്തിൽ ഒരു പക്ഷി ഉണ്ടായിരുന്നു. അത് ചത്തുപോയി. അപ്പൊ ഈ ചത്ത സാധനം അവിടെയും ഇവിടെയും കൊണ്ടുപോയിട്ടിടാൻ പാടില്ലല്ല. അതിനെ മസ്ബലത്തിൽ വേസ്റ്റ് കൊണ്ടുപോയിട്ടിടുന്ന, മാലിന്യം നിക്ഷേപിക്കുന്ന കൂമ്പാരത്തിൽ കൊണ്ടുപോയിട്ടിടാൻ വേണ്ടി അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ നിർദ്ദേശിച്ചു. അങ്ങനെ അതിനെ ഒരാൾ കൊണ്ടുപോയിട്ട് മാലിന്യ കൂമ്പാരത്തിലേക്ക് എറിഞ്ഞപ്പോ ആ കൂമ്പാരത്തിന്റെ അടുത്തൊരു ചെറ്റക്കുടിലുണ്ടായിരുന്നു ചെറിയൊരു വീട്. ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് ഈ ചത്ത പക്ഷി എടുത്തിട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് ആരും കാണാതെ മറച്ചു വെച്ചിട്ട് ഓടിപ്പോയി. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു, എന്തിനാണ് ആ പെൺകുട്ടി ആ പക്ഷിയെ, ചത്ത പക്ഷിയും കൊണ്ട് ഓടിപ്പോയത്? അപ്പൊ ആ പെൺകുട്ടി പറയാ, ഞങ്ങളെ വാപ്പ വലിയ മുതലാളിയായിരുന്നു, പക്ഷേ ആരൊക്കെയോ വാപ്പയെ ആക്രമിച്ചു കൊന്ന് ഞങ്ങളെ സമ്പത്തെല്ലാം കൂടി കൊള്ളയടിച്ചു. ഇപ്പൊ ഈ വീട്ടിൽ സാധുവായ ഞാനും എൻ്റെ ഒരു സഹോദരനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം എന്ന് പറയാൻ ഒന്നുമില്ല. ദിവസങ്ങളായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം എന്ന് പറയാൻ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഈ മാലിന്യ കൂമ്പാരത്തിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് എറിയണം, എന്നാലേ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുള്ളൂ. അതുകൊണ്ട് 3 ദിവസമായി ഞങ്ങൾ ഒന്നും തിന്നാതെ, ഞങ്ങൾക്ക് ശവം ഹലാല. അതുകൊണ്ടാണ് ചത്തതാണെങ്കിലും എന്തെങ്കിലുമൊക്കെ തിന്നട്ടെ എന്ന ധാരണയിൽ നിങ്ങളെറിഞ്ഞ പക്ഷിയെ ഞങ്ങൾ കൊണ്ടുവന്നത് എന്ന് ആ പെൺകുട്ടി മറുപടി പറയുമ്പോ സങ്കടത്തോടെ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ലഗേജ് ചുമക്കുന്നയാളെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, എന്റെ സമ്പത്തായി നിന്റെ ലഗേജിൽ എത്രയുണ്ട് എണ്ണി നോക്ക്. നോക്കുമ്പോ 1000 ദീനാറുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ആ ലോഡ് ചുമക്കുന്നയാളോട് ചോദിച്ചു, നമുക്ക് ഇനി നാട്ടിലേക്ക്, മർവാണ് മഹാനവറുകളുടെ നാട്, നാട്ടിലേക്ക് തിരിച്ചു പോകാൻ എത്ര വേണം? അപ്പോൾ 20 ദീനാർ ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോവാം. മഹാനവറുകൾ പറഞ്ഞു, 1000 ദീനാറിൽ നിന്ന് 20 ദീനാർ മാത്രം നാട്ടിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി മാറ്റിവെച്ച് ബാക്കി 980 ആ പെൺകുട്ടിക്ക് അങ്ങ് കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഫഹാദാ അഫ്ളലു മിൻ ഹജ്ജിനാ ഫി ഹാദൽ ആം. ഈ വർഷം നമ്മൾ ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും മഹത്വം ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്ന, ഈ
പെൺകുട്ടിയുടെയും സഹോദരന്റെയും കഷ്ടപ്പാട് നീക്കം ചെയ്യുന്നതിനാ. അത് വലിയൊരു സന്ദേശമാണ്. അതായത് നാട്ടിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർ ഉണ്ടായിരിക്കെ സുന്നത്തായ ഹജ്ജുകൾ ധാരാളം ചെയ്യുന്നവർ എത്രയോ ഉണ്ട്. എല്ലാ മാസവും എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നവർ, ഉംറക്ക് പോകുന്നവർ, ഇങ്ങനെ പല രീതിയിലും സമ്പത്ത് ചെലവാക്കുന്നവരുണ്ട്. പള്ളിക്കും മറ്റൊക്കെ ധാരാളം കൊടുക്കുന്നവരുണ്ട്. പക്ഷേ നാട്ടിൽ അയൽവാസിയായി സ്വന്തം കുടുംബത്തിൽ എത്രയോ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട്. ആ കാര്യത്തിൽ ആർക്കും ശ്രദ്ധയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബുഗിയത്തുൽ മുസ്തർശിദീനിൽ ഈ പ്രയാസം അനുഭവിക്കുന്നവരെ പ്രയാസം നീക്കിയിട്ട് വേണം ഹജ്ജിന് പോകാൻ എന്ന് പറഞ്ഞ മസല പറഞ്ഞപ്പോ ബിഗിയയിൽ പറയാ, ഖദ് അഹ്മലഹു ഗാലിബുൻ നാസി ഹത്താ മൻ യുന്തമാ ഇലസ് ഫലാഹ്. ഈ മസല ഭൂരിഭാഗം ആളുകളും വിട്ടിട്ടുണ്ട്, മറന്നുപോയിട്ടുണ്ട്, അവഗണിച്ചിട്ടുണ്ട്. സ്വാലിഹീങ്ങൾ തന്നെ കുറെ കാലം ഗൾഫിലെല്ലാം പണിയെടുത്ത് നല്ല സമ്പത്തെല്ലാം ഉണ്ടാക്കി ഇപ്പോ ഇനി സമ്പത്തൊന്നും വേണ്ട, ആഖിറത്തിലേക്ക് ഒരുങ്ങാന്നുള്ള ചിന്തയിൽ എല്ലാ നേരം ജമാഅത്തിന് പള്ളിയിൽ വരുന്ന നല്ല നല്ല മനുഷ്യന്മാർ എത്രയോ ഉണ്ട്. അങ്ങനത്തെ സ്വാലിഹീങ്ങളാണ് അവർ. പക്ഷേ അവർ വരെ അവഗണിച്ചു പോയൊരു കാര്യമാണ് അവരുടെ സമ്പത്ത് ഉപയോഗിച്ച് നാട്ടിൽ കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാട് നീക്കണമെന്നത്. അന്നത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇപ്പൊ എത്രയായിട്ടുണ്ടാവും? അപ്പൊ നമ്മൾ ആലോചിക്കണം, നമ്മൾക്ക് സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ നിയമത്തായി തരുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരോടും കൊടുക്കാൻ വേണ്ടി പറഞ്ഞില്ലല്ലോ. കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ആരോടാ? ഒരു വർഷത്തേക്ക് നിനക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് കഴിഞ്ഞിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കണം എന്നാ പറഞ്ഞ. അല്ലാഹു തആല നമ്മളെ പ്രയാസപ്പെടുത്തുന്നില്ല. നമ്മളെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് തന്നെയാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്പത്ത് തരുന്നതും അത് കൊടുക്കാൻ വേണ്ടി പറയുന്നതും. അപ്പൊ ആ സമ്പത്ത് നമ്മൾ ചെലവാക്കേണ്ടതുപോലെ ചെലവഴിക്കുമ്പോൾ ആഖിറത്തിൽ അതിന്റെ പേരിൽ നമുക്ക് ചോദ്യമുണ്ടാവൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മാത്രം സമ്പാദിക്കാനും നല്ലതിന് ഉപയോഗപ്പെടുത്താനും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ മുസ്തഫ